ഹലോ ഹായ്, ഞാൻ സലീം KKM. ഞാനിന്ന് ഇവിടെ ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത് സേവ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ അതിൻ്റെ ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ ആദ്യമായി നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചിലവുകൾ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ റെസിപ്റ്റ്, നമ്മുടെ വരുമാനം എങ്ങനെയാണ് ഇതിൽ ആഡ് ചെയ്യുക, കൂടാതെ ബില്ലിങ്, കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസിന് കസ്റ്റമർ കാശ് തരുന്നു, അതിന് കസ്റ്റമർക്ക് എങ്ങനെ ബില്ല് കൊടുക്കാം എന്നുള്ളതും കൂടി എന്നാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ആദ്യമായി റെസിപ്റ്റ് കാണിക്കാം. അതിനുവേണ്ടി ഞാൻ റെസിപ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ കണ്ടില്ല ട്യൂട്ടോറിയൽ, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാം എന്നുള്ള ട്യൂട്ടോറിയൽ ഓൾറെഡി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ ഇപ്പോൾ പല വരുമാനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു വരുമാനം ആഡ് ചെയ്യുന്നവർക്ക് താഴെ കാണുന്ന കണ്ടില്ല ബട്ടൺ, റെഡ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിൽ ഡേറ്റ് കാണിക്കുന്നുണ്ട്. ഈ സെലക്ട് ആൻ അക്കൗണ്ട്, എങ്ങനെയാണ് നമുക്ക് വരുന്ന വരുമാനം, ഏതിലൂടെയാണ് കിട്ടുന്ന വരുമാനം. ജസ്റ്റ് ഞാൻ ഈ സെലക്ട് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ പല വരുമാന ഇത് കമ്പനി ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, ഈ ആപ്പിലുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായി ഇതിൽ നോക്കുന്നത് ഈ അഗ്രികൾച്ചർ ഇൻകം, ഈ കൃഷിയിലൂടെ അഗ്രികൾച്ചർ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കൃഷിയെല്ലാം പെടുമല്ലോ, അതിലെനിക്ക് എങ്ങനെ വരുമാനം കിട്ടി, എത്ര വരുമാനം കിട്ടി എന്നുള്ളത്. അപ്പോൾ ഞാൻ അഗ്രികൾച്ചർ ഇൻകം അക്കൗണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇനി തേങ്ങയാണോ എന്താണെങ്കിലും നമുക്കങ്ങനെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, എനിക്ക് 2000 രൂപ വരുമാനം കിട്ടി, ജസ്റ്റ് 2000 രൂപ വരുമാനം കിട്ടി. ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, ജസ്റ്റ് ക്യാഷ് കണ്ടില്ല, ക്യാഷ് സേവ് കൊടുക്കുക. ഓക്കെ, ഇനി പിന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം, ഇന്നത്തെ ആ ഡേറ്റിൽ കണ്ടില്ലേ അഗ്രികൾച്ചറൽ ഇൻകം 2000 രൂപ എനിക്ക് ക്യാഷായിട്ട് കിട്ടി. ഇനി ഞാൻ വീണ്ടും ഞാൻ റെസിപ്റ്റ് ആഡ് ചെയ്യാണ്, അടുത്തൊരു വരുമാനം. ജസ്റ്റ് ഞാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ സെലക്ട് ആൻ അക്കൗണ്ട്, പിന്നെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഏതിലൂടെയാണ് എനിക്ക് വരുമാനം കിട്ടിയത്, എന്ത് വരുമാനമാണ് കിട്ടിയത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നോക്കാം. ഇതിൽ നമ്മളെ ഇൻകം വരുമാനങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ ഇൻകം വഴി എനിക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു സർവീസ് കൊടുത്തതിന് അതെൻ്റെ ഒരു പ്രൊഫഷൻ, ഞാൻ എന്തൊരു പ്രൊഫഷനാണോ കൊടുത്തിട്ടുള്ളത് അതിലെനിക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കത് ആഡ് ചെയ്യാം. ഒരു 1000 രൂപ കിട്ടിയെന്ന് വിചാരിക്കാം, 1000 രൂപ കിട്ടി. ഓക്കെ, അതെനിക്ക് ബാങ്കിലേക്ക്, എൻ്റെ ഗൂഗിൾ പേയിലേക്കാണ്, എൻ്റെ ബാങ്കിലേക്കാണ്, അക്കൗണ്ടിലേക്കാണ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ബാങ്ക് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഓൾറെഡി ഇവിടെ ബാങ്ക് കൊടുത്തുകൊണ്ട് എൻ്റെ ഫെഡറൽ ബാങ്ക് വന്നു. ഞാൻ ജസ്റ്റ് സേവ് കൊടുക്കുന്നു. ഓക്കെ, അതിൻ്റെ ഇൻകത്തിൽ എൻ്റെ പ്രൊഫഷണൽ ഇൻകമായിട്ട് 1000 രൂപ എനിക്ക് കിട്ടി എന്നുള്ളത്. ഓക്കെ, ഇനി ഞാൻ വീണ്ടും അടുത്തൊരു ഇൻകം ആഡ് ചെയ്യാൻ വേണ്ടി റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ വീണ്ടും അഗ്രികൾച്ചർ ഇൻകം ഞാൻ സെലക്ട് ചെയ്യുന്നു. 500 രൂപ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇതെൻ്റെ ബാങ്കിലേക്കാണ് വരുന്നത്. അപ്പോൾ ബാങ്ക് ആഡ് ചെയ്യാത്തവർക്ക് ജസ്റ്റ് ബാങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ബാങ്ക് നമുക്കിതാ ഈ ബാങ്കിൻ്റെ അടുത്തുള്ള റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ആഡ് ചെയ്യാം. ഞാൻ വേറൊരു ബാങ്ക് ആഡ് ചെയ്യുന്നു, ഇസാഫ് ബാങ്ക്. ഓക്കെ, ഇസാഫ് ബാങ്ക് ഞാൻ ആഡ് ചെയ്യുന്നു, സേവ് കൊടുക്കുന്നു. ഇപ്പം ഉണ്ടല്ലേ ഇസാഫ് ബാങ്ക് കാണിക്കുന്നു. ഇസാഫ് ബാങ്കിലേക്ക് എനിക്ക് ആ ക്യാഷ് വന്നെന്നുള്ള രീതിയിൽ എനിക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നോക്കൂ, ഉണ്ടല്ല ഇസാഫ് ബാങ്കിലേക്ക് എനിക്ക് 500 രൂപ അഗ്രികൾച്ചർ ഇൻകമായിട്ട് വന്ന് കാണിക്കുന്നു. ഇനി ഞാൻ വീണ്ടും ഈ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി പുതിയൊരു, നമ്മളെല്ലാവരും സേവ് ആപ്പ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. നമുക്ക് സേവ് ആപ്പ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കമ്പനി വരുമാനം തരുന്നു. അപ്പോൾ ആ വരുമ്പോൾ നമുക്ക് ബാങ്കിലേക്കാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സെലക്ട് ചെയ്യുന്ന അക്കൗണ്ടിൽ സേവ് ആപ്പ് എന്ന് തന്നെ ഒരു അക്കൗണ്ട് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു സേവ് ആപ്പ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിന് ഈ സെലക്ട് ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ അടുത്തുള്ള ഈ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് നെയിമിൽ സേവ് ആപ്പ് എന്ന് കൊടുക്കുക, സേവ് ആപ്പ്. ഓക്കെ, ഇനി സെലക്ട് അക്കൗണ്ട് കാറ്റഗറി. സേവ് ആപ്പിൽ നിന്ന് വരുന്നത് നമുക്ക് വരുമാനമാണ്, നമ്മുടെ ബിസിനസ് ഇൻകമാണ് അല്ലേ, ഇൻകം അക്കൗണ്ടാണത് അല്ലേ. നമ്മൾ ക്യാഷ് ഇൻകൗണ്ടല്ലേ സേവ് ആപ്പ് തരുന്നത്. അപ്പോൾ നമ്മൾ ഇൻകം അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ജസ്റ്റ് സേവ് കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ ഈ സെലക്ട് ആൻ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് സേവ് ആപ്പ് എന്ന് കാണാം. ഉണ്ടോ, സേവ് ആപ്പ് എന്ന് അക്കൗണ്ട് കിട്ടി. സേവ് ആപ്പിൽ നിന്ന് എനിക്കിപ്പോൾ എത്ര വരുമാനം വന്നു, ഞാനൊരു 2000 രൂപ ആഡ് ചെയ്യും. ബാങ്കിലേക്കാണ് വരിക. അപ്പോൾ ഞാൻ ക്യാഷ് എന്നുള്ളത് ബാങ്ക് ഓപ്ഷനിലേക്ക് മാറ്റുന്നു. അപ്പോൾ എൻ്റെ ഫെഡറൽ ബാങ്ക് വന്നു. ഇനി ഫെഡറൽ ബാങ്കിലേക്കല്ല ഞാൻ കൊടുത്തിട്ടുള്ളത്, ഇസാഫ് ബാങ്ക് ആണെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് ഇസാഫ് ബാങ്കിലേക്ക് ചേഞ്ച് ആക്കി വെക്കാൻ പറ്റും. ജസ്റ്റ് ഞാൻ സേവ് കൊടുക്കുന്നു.
സ്കിപ്പ് ചെയ്ത് ഞാൻ ബാക്കിലേക്ക് പോയപ്പോൾ കണ്ടില്ലേ സേവ് അപ്പോൾ 2000 രൂപ ഇസാബ് ബാങ്കിലേക്ക് വന്നു. ഇങ്ങനെയാണ് നമുക്ക് റെസിപ്റ്റ് നമ്മുടെ വരുമാനം ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഞാനിവിടെ അടുത്ത് കാണിക്കാൻ പോകുന്നത് ബില്ലിങ്. കണ്ടില്ലേ ഇതിൽ ബില്ലിങ് ഓപ്ഷൻ കണ്ടില്ലേ, ജസ്റ്റ് ബില്ലിങ്. ആ ബില്ല് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് ട്യൂട്ടോറിയൽ ഇവിടെ കാണിക്കുന്ന നോക്കിയെടുക്കുന്നു. ഇപ്പോൾ ഓൾറെഡി ഒന്ന് രണ്ട് ബില്ല് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ബില്ലെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഷോപ്പ് ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു ഷോപ്പിൽ ഞാനൊരു കസ്റ്റമർക്ക് സാധനം കൊടുത്താൽ എനിക്കൊരു ബില്ല് കൊടുക്കാം. ഏത് സാധാ ബില്ല്, GST ആഡ് ചെയ്ത ടാക്സ് ആഡ് ചെയ്ത ബില്ലില്ല, ഒരു സാധാരണ ബില്ല് ആഡ് ചെയ്യാം. കൂടാണ്ട് ഞാനൊരു പ്ലംബറോ വയറിങ്ങാരനോ അങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. ഞാനൊരു വീട്ടിലേക്ക് പോകുന്നു, അവർക്ക് സർവീസ് കൊടുക്കുന്നു, അവരെനിക്ക് കാശ് തരുന്നു. അതിനെന്ത് ചെയ്യാം, ആ വീട്ടുകാർക്കൊരു ആ കാശ് തരുന്ന വ്യക്തിക്ക് അവരുടെ പേരിൽ എനിക്കൊരു ബില്ല് അടിച്ച്. അപ്പോൾ ഇതിലൂടെ നമ്മൾ കസ്റ്റമറും ആ വ്യക്തിയും തമ്മിലുള്ളൊരു അടുപ്പം അല്ലേ, അതാണ് അതിലൂടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ബില്ലിങ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഈ ബില്ലിങ് ഓപ്ഷനിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. പുതിയൊരു ബില്ല് എനിക്ക് ആഡ് ചെയ്യണം. ഈ ബില്ല് ആഡ് ചെയ്യുന്ന കസ്റ്റമറുടെ പേര് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ആഡ് ചെയ്ത് വെക്കണം. ഓൾറെഡി നമ്മൾ പുതിയ കസ്റ്റമർ ആകുമ്പോൾ ഈ കാണുന്ന ഈ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു കസ്റ്റമറുടെ പേര് ഞാൻ അടിക്കുന്നു. ഇപ്പോൾ ഒരു കസ്റ്റമറുടെ പേര് ഞാനിതാ XYZ എന്നുള്ളൊരു കസ്റ്റമറാണെന്ന് ചോദിക്കുക. XYZ കസ്റ്റമറുടെ പേര്. ഓക്കെ, ജസ്റ്റ് കസ്റ്റമർ എന്ന് കാണിക്കുന്നു, സേവ് കൊടുക്കുന്നു. ഈ XYZ എന്നുള്ളൊരു വ്യക്തി എനിക്ക് 1500 രൂപ ക്യാഷ് തന്നു. അത് എൻ്റെ എന്ത് ഇൻകമാണ്. ഞാൻ എൻ്റെ പ്രൊഫഷണൽ, ഞാൻ ആ വീട്ടിൽ ഒരു പ്ലംബറിങ് വർക്കോ വയറിങ് വർക്കോ കൊടുത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 1500 രൂപ അതെൻ്റെ പ്രൊഫഷണൽ ഇൻകമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് വെക്കുന്നു. ജസ്റ്റ് എനിക്ക് എന്ത് ചെയ്യാം, ഈ റിമാർക്കിൽ ആഡ് ചെയ്ത് വെക്കാം. ഞാനത് കൊടുത്ത വർക്ക് എന്താണെന്നുള്ളത് ഈ റിമാർക്കിൽ എഴുതി വെക്കാൻ പറ്റും. പ്ലംബിംഗ് വർക്ക് എന്ന് ഞാൻ ആഡ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, പ്ലംബിംഗ് വർക്ക് ആഡ് ചെയ്തു. ജസ്റ്റ് ഞാൻ സേവ് കൊടുത്താൽ ബില്ല് ഇവിടെ സേവ് ആവുന്നു. ഈ മേലെ കാണുന്ന ഈ ആരോ ബട്ടൺ ഉണ്ട് താഴേക്കുള്ള, ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബില്ല് നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ആ ബില്ല് വന്നു. ജസ്റ്റ് ഞാൻ ഈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബില്ല്, എനിക്ക് ആരാണോ കാശ് തന്നത്, ഇപ്പോൾ എനിക്ക് XYZ എന്നല്ല കസ്റ്റമറിന് കാശ് തന്നു, ഞാൻ അവർക്ക് എന്ത് ചെയ്യാം, വാട്സാപ്പിലൂടെ ആ ബില്ല് എനിക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. വാട്സാപ്പ് വഴിയോ ഏത് വഴിയോ വേണമെങ്കിലും സോഷ്യൽ മീഡിയ വഴി എനിക്ക് അവർക്ക് ബില്ല് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ കസ്റ്റമർക്കൊരു ഹാപ്പിനെസ്, അവർക്ക് നമ്മുടെ കാശ് ആരോ തന്നത് അവർക്കൊരു ഹാപ്പിനെസ് കിട്ടുക. ഞാൻ കൊടുത്ത ക്യാഷിന് അവന് എനിക്ക് ചെയ്തെന്ന സർവീസും അതും കൂടിയിട്ട് എനിക്കൊരു ബില്ല് എനിക്ക് അയച്ചു എന്നുള്ളൊരു ഒരു ബന്ധം, അവിടെ ഒരു ബന്ധമാണ് അവിടെ ഉണ്ടാകുന്നത്. അതുപോലെ ഞാൻ ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്നൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. എൻ്റെ ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ വന്നു. ഞാൻ ജസ്റ്റ് ആ കസ്റ്റമറുടെ പേര് ആഡ് ചെയ്യുന്നു, നൗഷാദ്. ഓക്കെ, നൗഷാദ് എന്ന് പറയുന്ന ഒരു കസ്റ്റമർ എൻ്റെ ഷോപ്പിലേക്ക് വന്നു. ഞാൻ ജസ്റ്റ് സേവ് കൊടുത്തു. നൗഷാദ് ഒരു മൊബൈൽ ഫോണാണ് വാങ്ങിച്ചിട്ടുള്ളത് വിചാരിക്കാം. ഒരു 30,000 രൂപയുടെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു. ഓക്കെ, അത് എൻ്റെ എന്ത് ഇൻകമാണ്, മൊബൈൽ ഷോപ്പ് എൻ്റെ ഇൻകം ഫ്രം ബിസിനസ്സാണ് അല്ലേ. അതെൻ്റെ പ്രൊഫഷനല്ല, ബിസിനസ്സാണ്. ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നൊരു വരുമാനമാണ്. ഞാനിവിടെ റിമാർക്സിൽ എന്താണ് മൊബൈൽ സെയിലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്താണോ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് റിമാർക്കിൽ എഴുതാണ്ടിരിക്കാം. ജസ്റ്റ് സേവ് കൊടുക്കാം. ഇത് കൊടുത്ത് മേലെ കാണുന്ന ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് വീണ്ടും ആടുക. കസ്റ്റമറുടെ പേര് നൗഷാദ്, എമൗണ്ട് 30,000 രൂപ, മൊബൈൽ സെയിൽ ചെയ്തതാണ്. ഓക്കെ, അദ്ദേഹത്തിന് മൊബൈൽ കൊടുത്തൊരു ബില്ല് അദ്ദേഹത്തിൻ്റെ വാട്സാപ്പിലേക്ക് എന്ത് ചെയ്യാം, എനിക്ക് ആ ബില്ല് അയച്ചു കൊടുക്കാം. നമ്മൾ കസ്റ്റമറെ സാധാരണ ബില്ല് എഴുതി കൊടുക്കുന്നതിന് പകരമായിട്ട് ഒരു ഡിജിറ്റൽ ബില്ല്, നമ്മൾ കാലഘട്ടത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു ബില്ലിങ്, സാധാരണ ഒരു ബില്ലിങ് നമ്മൾ അയച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ബില്ലിങ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ കൊടുത്ത ബില്ല് ഇതൊക്കെ എൻ്റെ വരുമാനമാണ് അല്ലേ. ഞാനിപ്പോൾ നൗഷാദ് എന്ന കസ്റ്റമർക്ക് 30,000 രൂപയുടെ മൊബൈൽ കൊടുത്തു. അതെൻ്റെ ഇൻകമാണ്, എൻ്റെ വരുമാനമാണെന്ന് വിചാരിക്കുക. എൻ്റെ വരുമാനത്തിൽ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എൻ്റെ വരുമാനത്തിൽ ഇപ്പോൾ അത് ആഡ് ആയിട്ടുണ്ടായിരിക്കില്ല. റെസിപ്റ്റിൽ ഞാൻ പോയി കഴിഞ്ഞാൽ അതെൻ്റെ വരുമാനത്തിൽ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അത് ബില്ലിൽ നിന്ന് ഓപ്ഷനിലാണ് അത് കിടക്കുന്നത്.
ഇനി എനിക്ക് എൻ്റെ വരുമാനത്തിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നൗഷാദിൽ നിന്ന് കൊടുത്ത ബില്ല് ഇവിടെ കാണുന്നില്ല, അതിൽ ഗെറ്റ് റെസിപ്റ്റ് ഉണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഞാൻ അത് ക്ലിക്ക് ചെയ്യുന്നു. ഗെറ്റ് റെസിപ്റ്റ് ക്ലിക്ക് ചെയ്തതിനാൽ കണ്ടില്ല റെസിപ്റ്റ് എന്നുള്ള ഇത് വന്നു. ഞാൻ ജസ്റ്റ് സേവ് കൊടുത്തു. ഇനി ഞാൻ ബാക്കിലേക്ക് പോയിട്ട് ഞാൻ ഈ റെസിപ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കണ്ടില്ലേ, നൗഷാദിന് കയ്യിൽ നിന്ന് എനിക്ക് 30,000 രൂപ കിട്ടി എന്നുള്ള കണ്ടില്ലേ, എൻ്റെ റെസിപ്റ്റിൽ അത് ആഡായി. കണ്ടില്ലേ. ഇനി ഞാൻ നേരത്തെ വേറൊരു ബില്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ പ്രൊഫഷണൽ ഇൻകമായിട്ട് ഒരു 1,500 രൂപ. അതും എൻ്റെ റെസിപ്റ്റിലേക്ക്, എൻ്റെ വരുമാനത്തിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗെറ്റ് റെസിപ്റ്റ് ഞാൻ അടിക്കുന്നു, ജസ്റ്റ് സേവ് കൊടുക്കുന്നു. ഇനി ഞാൻ ബാക്ക് പോയി റെസിപ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അതും അവിടെ എൻ്റെ റെസിപ്റ്റിൽ വരുമാനത്തിൽ ആഡായിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്ന് മനസ്സിലാക്കുക, ഈ റെസിപ്റ്റ്, ബില്ലിങ്, പേയ്മെൻറ്റ് ഇതെല്ലാം കൂടി ഒരു ലിങ്കാണ് നമ്മുടെ ആപ്പിൽ. ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ പ്രത്യേകത. വളരെ മനോഹരമായ ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നാലാണ് ഈ ആപ്പിൻ്റെ മനോഹാരിത നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും, ഇതിൻ്റെ ഡെപ്ത് എന്താണെന്ന്. അപ്പോൾ നമ്മളെല്ലാവരും ഇത് യൂസ് ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ട് യൂസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഞാൻ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും